നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM നേതാക്കൾ കോടതിയിൽ ഹാജരായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED കേസിൽ CPM നേതാക്കൾ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരായി. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയ നേതാക്കളാണ് വിചാരണയ്ക്ക് മുന്നോടിയായി കോടതിയിലെത്തിയത്. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ CPMന് മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ ആകെ 83 പ്രതികളാണുള്ളത്. ഇതിൽ 55 പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ കോടതി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ആനക്കൊമ്പ് സറണ്ടർ ചെയ്യാൻ മോഹൻലാൽ. ആനക്കൊമ്പ് കേസിൽ നിർണായക നീക്കവുമായി നടൻ മോഹൻലാൽ. തന്റെ കൈവശമുള്ള ആനക്കൊമ്പുകളും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കളും വനംവകുപ്പിന് സറണ്ടർ ചെയ്യാൻ താരം അപേക്ഷ നൽകി. ഹൈക്കോടതി നിരീക്ഷണത്തെ തുടർന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് ഈ നീക്കം. ഇത് സംബന്ധിച്ച് മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ P. കാർത്തിക്കിന് മോഹൻലാൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർ നടപടികൾക്കായി ഈ അപേക്ഷ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൈമാറിയിട്ടുണ്ട്. അപേക്ഷ ലഭിച്ചതിന് പിന്നാലെ വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ മോഹൻലാലിന്റെ വസതിയിലെത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. അമ്മയിൽ തമ്മിലടിയും ചേരിപ്പോരും. താരസംഘടനയായ അമ്മയിൽ തമ്മിലടി രൂക്ഷം. മുൻ ഭരണസമിതിക്കെതിരെയും പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ഒരു വിഭാഗം നടിമാർ രംഗത്തെത്തി. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ, രാഷ്ട്രീയ അജണ്ട നടപ്പാക്കൽ, വർഗീയ പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉഷ ഹസീന, അൻസിബ ഹസൻ, മാലാ പാർവതി, മായ വിശ്വനാഥ് എന്നീ നടിമാർ ഉന്നയിച്ചത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് നിലവിൽ വന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ആരോപണങ്ങളുമായി നടിമാർ രംഗത്തെത്തിയത്. സംഘടനയിലെ ഭാരവാഹികൾ അംഗങ്ങളുടെ ക്ഷേമത്തേക്കാൾ സ്വന്തം നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകിയതെന്നും നടിമാരുടെ ആരോപണം. അയോധ്യയിൽ ദിവസവും തട്ടിയത് 8 ലക്ഷം രൂപ വരെ. അയോധ്യയിലെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലേക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ദിവസവും 6 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് തട്ടിയെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഉദ്യോഗസ്ഥരും ട്രസ്റ്റ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് സംഭാവന തുകയിൽ വൻ വ്യത്യാസം കണ്ടത്. തട്ടിപ്പ് കണ്ടെത്തുന്നതിന് മുൻപ് ബാങ്ക് അക്കൗണ്ടുകളിൽ ശരാശരി 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ് പ്രതിദിനം ലഭിച്ചിരുന്നത്. എന്നാൽ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഇത് 24 മുതൽ 26 ലക്ഷം രൂപയായി വർദ്ധിച്ചു. ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന തട്ടിപ്പ് വിവാദം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിവാദങ്ങൾക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സമാനമായ ആരോപണങ്ങൾ ഉയരുന്നു. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന സംഭാവനകളും കാണിക്കയും ചിലർ ചേർന്ന് തട്ടിയെടുക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സെബി നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പോലും അറിയിക്കാതെ ഇത്തരമൊരു ഓഹരി കൈമാറ്റം നടത്താൻ അദാനി ഗ്രൂപ്പിന് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം ലഭിച്ചത്? ഈ ഇടപാടിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പിണറായി വിജയൻ ആരോപിച്ചു. മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ച ഒരു കച്ചവടം പോലെയാണ് വിഴിഞ്ഞത്ത് കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം പറയാതെ പറയുകയാണ്. വിഴിഞ്ഞം തുറമുഖം കോർപ്പറേഷനുകൾക്ക് അടിയറവ് വയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനെതിരെ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾ സുഗമമായി നടത്തുന്നതിനായി ഒരാഴ്ചത്തെ ഇടവേള നൽകിയിട്ടുണ്ടെന്നും തങ്ങൾ വളരെ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മൗണ്ട് റഷ്മോറിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. US സൈന്യത്തിന്റെ ശക്തമായ നടപടികളിലൂടെ ഇറാന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർത്തു. ഇപ്പോൾ US-ഉമായി ഒരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഫിഫ ലോകകപ്പ് 2026 പ്രീ ക്വാർട്ടർ കടന്ന് അർജന്റീന. മിയാമിയിൽ നടന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ കേപ്പ് വെർദയെ തോൽപ്പിച്ചാണ് അർജന്റീന പ്രീ ക്വാർട്ടറിലെത്തിയത്. 2-3 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചത്. ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചാണ് കേപ്പ് വെർദ കീഴടങ്ങിയത്. മത്സരത്തിന്റെ 29ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 7ാം ഗോളാണിത്. ഫിഫ ലോകകപ്പുകളിലെ മെസ്സിയുടെ ആകെ ഗോൾ നേട്ടം 20ആയി. മറ്റൊരു മത്സരത്തിൽ കൊളംബിയ മറുപടി ഇല്ലാത്ത ഒരു ഗോളിന് ഘാനയെ പരാജയപ്പെടുത്തി. മത്സരത്തിന്റെ 14ാം മിനിറ്റിൽ ജോൺ അരിയാസാണ്
കൊളംബിയയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത്. വിജയത്തോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്കുള്ള അവസാന ടീമായി കൊളംബിയ മാറി. പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡാണ് കൊളംബിയയുടെ എതിരാളികൾ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.